ചാൻസലർ ബില്ലടക്കം 3 ബില്ലുകൾ തടഞ്ഞുവച്ച് രാഷ്ട്രപതി. ചാൻസലർ ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ, സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബിൽ എന്നിവയാണ് തടഞ്ഞുവച്ചത്. ബില്ലുകൾ തടഞ്ഞുവച്ച വിവരം രാജ്ഭവൻ അറിയിച്ചു. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനെ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നു. എന്തായാലും രാഷ്ട്രപതിയുടെ തീരുമാനമാണ് വന്നിരിക്കുന്നത്. ചാൻസലർ ബില്ലുകൾ അടക്കമാണ് 3 ബില്ലുകൾ തടഞ്ഞുവച്ചിരിക്കുന്നതായി രാഷ്ട്രപതി ഭവൻ അറിയിക്കുന്നത്. ചാൻസലർ ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ, സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബിൽ എന്നിവയാണ് തടഞ്ഞുവച്ചത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച്, ഗവർണറെ സംബന്ധിച്ചൊക്കെ ഒട്ടേറെ കേരളം ചർച്ച ചെയ്യപ്പെട്ട ബില്ലുകളായിരുന്നു ഇത്. വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, 3 ബില്ലുകൾ, സുപ്രധാനമായ 3 ബില്ലുകളാണ് തടഞ്ഞുവച്ചിരിക്കുന്നത്. മറ്റേതൊക്കെ ബില്ലുകൾക്കാണ് അംഗീകാരമുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? പ്രധാനമായും 3 ബില്ലുകൾ തടഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ തീരുമാനം ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്ഭവനാണ് ഈ നടപടിയുടെ കാര്യങ്ങൾ പുറത്തറിയിച്ചിട്ടുള്ളത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ലിനും സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനും വൈസ് ചാൻസലർമാരെ നിർണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ലിനുമാണ് ഇപ്പോൾ അനുമതി നൽകാതെ രാഷ്ട്രപതി തടഞ്ഞിരിക്കുന്നത്. 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ ഓഫീസ് തിരിച്ചയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണറെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണിത്. സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഇതിലുണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ശക്തമായി മുറുകി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഗവർണർക്ക് ആശ്വാസകരമാകുന്ന ഒരു കാര്യമാണ് ഈ വന്നിരിക്കുന്നത്. പ്രധാനമായും ഗവർണർക്കെതിരെ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ കൊണ്ടുവരുമ്പോൾ ഗവർണർ അധികാര പരിധി അതും ആചാരം തന്നെ നിലനിർത്താമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ അതേസമയം ഒരു ബില്ല് രാഷ്ട്രപതി അനുമതി നൽകിയിട്ടുണ്ട്. അത് പ്രധാനമായി ലോകായുക്ത ബിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിന് ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് ലോകായുക്തയെ ദുർബലപ്പെടുത്തുന്ന ഭേദഗതിയാണ് കേരള സർക്കാർ കൊണ്ടുവന്നതെന്നും അത് ഇപ്പോൾ അംഗീകരിച്ചത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒത്തുകളിയാണെന്നൊക്കെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണം വന്ന, അഴിമതി ആരോപണം വന്ന് തെളിഞ്ഞാൽ പോലും അദ്ദേഹത്തെ പുറത്താക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമായി ചേർന്നാണ് ഇപ്പോൾ ഈ ബില്ല് പാസ്സാകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ആശ്വാസകരമാകുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റ് 3 ബില്ലുകളിലാണ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ആകെ 7 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുള്ളത്. അതിൽ 4 എണ്ണത്തിനാണ് ഇപ്പോൾ നടപടിയായിട്ടുള്ളത്. ഇനി 3 ബില്ലുകൾ കൂടി രാഷ്ട്രപതിയുടെ പരിഗണനയിലുണ്ടെന്നാണ് ഇപ്പോൾ രാജ്ഭവൻ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ആ 3 ബില്ലുകൾ കൂടി ഇനി പരിഗണിക്കാനുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട 4 ബില്ലുകളുടെ തീരുമാനമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഗവർണറും സർക്കാരും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. ആരാണ് നിയമപരമായി മുന്നോട്ട് പോകുന്നത്, ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വലിയ ചോദ്യങ്ങളായിരുന്നു. ഇപ്പോൾ സർക്കാരിന് ഈ ബില്ലുകൾ നിരാകരിച്ചത് അല്ലെങ്കിൽ തടഞ്ഞുവെച്ചത് എത്രമാത്രം തിരിച്ചടിയാകും വിഷ്ണു? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ബില്ലുകൾ തടഞ്ഞുവെച്ചതിന് തിരിച്ചടിയുണ്ടെന്നാൽ ഗവർണറിന്റെ അധികാരത്തെ മാറ്റുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ബില്ലുകൾ, അതായത് ഒന്ന് ഗവർണറെ പുറത്താക്കണം ഈ ചാൻസലർ പദവിയിൽ നിന്ന്, രണ്ടാമത്തെ കാര്യം മറ്റ് നടപടികൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതിൽ ഗവർണർക്ക് പരിധി നിശ്ചയിക്കുന്നുണ്ട്. അതായത് ഗവർണർക്ക് അത് അധികാര പരിധിയിൽ വരാതിരിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നു. ഇതോടൊപ്പം ടെക്നിക്കൽ സർവകലാശാല അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇക്കാര്യം അറിയിച്ചത്. അതോടൊപ്പം സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണറിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ഗവർണർക്ക് അധികാരം കുറയ്ക്കാനുള്ള, അതായത് ഗവർണർക്ക് അധികാരം ഇല്ലാത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടത്തുക എന്നടക്കമുള്ള കാര്യങ്ങൾ. അതായത് സർവകലാശാല പൂർണ്ണമായി സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ് ഈ ബില്ലുകളിൽ കൂടി ഉദ്ദേശിച്ചത്. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ അത് നടക്കാതെ വരുന്നത് സർക്കാർ വലിയ തിരിച്ചടിയാണ്. ഗവർണർ ശക്തമായ ഒരു പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം, DC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഗവർണറുടെ അധികാര പരിധിയിൽ വരുന്നു. ഗവർണർക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതിനെ വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കാൻ തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. അതിപ്പോൾ നടക്കാത്ത കാര്യത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തിരിച്ചടി എന്ന് തന്നെയാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്.